ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. പദ്ധതികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ആരോഗ്യ മേഖലാ പദ്ധതികളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് മറ്റു പദ്ധതികളും ചർച്ച ചെയ്യാം. കാരണം കൂടുതലായിട്ട് PSC ഈയിടെയായിട്ട് ചോദിക്കുന്നത് ആരോഗ്യ മേഖലാ പദ്ധതികളാണ്. അപ്പോൾ വരും ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്യാമ്പയിൻ ആണ്. ക്യാമ്പയിനിന്റെ പേര് ഇതാണ്, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. എന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള ഒരു ക്യാമ്പയിൻ ആണ്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? അർബുദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ്? ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു ജനകീയ ക്യാമ്പയിൻ ആണിത്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള ക്യാമ്പയിൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസർ പ്രതിരോധത്തിനും അതിന്റെ ചികിത്സയ്ക്കുമായിട്ട് ആരംഭിച്ചിരിക്കുന്നതാണ്. ആരാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പ്. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഈ ഒരു ക്യാമ്പയിനിന്റെ ഗുഡ് വിൽ അംബാസഡർ ആരെന്ന്. അത് ആക്ടർ ആയിട്ടുള്ള മഞ്ജു വാര്യർ ആണ്. ആരാണ്? മഞ്ജു വാര്യർ ആണ് എന്താണ്? ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്നുള്ള ഈ ഒരു ജനകീയ ക്യാമ്പയിനിന്റെ ഗുഡ് വിൽ അംബാസഡർ. അപ്പോൾ ഓർത്തു വെക്കുക, ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ഏതാണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള ക്യാമ്പയിൻ ആണ്. ഇനിയൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ്, എൻ പ്രൗഡ്. എന്താണ്? എൻ പ്രൗഡ് എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കാം. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇനി ഈ പദ്ധതി ആരംഭിച്ചത് കേരള സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പാണ്. കേരള സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായിട്ടുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള മരുന്നുകളൊക്കെ ശാസ്ത്രീയമായി തന്നെ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടാബ്ലറ്റുകൾ, ഉപയോഗശൂന്യമായ ടാബ്ലറ്റുകൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതാണ്. സാധാരണയാണ് നമ്മൾ അതെന്താണ് ഡേറ്റ് കഴിഞ്ഞ് അത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ വലിച്ചെറിയാതെ, അശാസ്ത്രീയമായി അങ്ങനെ ചെയ്യാതെ അത് ശാസ്ത്രീയമായി തന്നെ കളക്ട് ചെയ്ത് അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ കേരള സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പാണ്. പദ്ധതിയുടെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക, എൻ പ്രൗഡ് എന്നാണ്. ഇതിന്റെ പൂർണ്ണ രൂപവും കൂടി നമുക്ക് ഓർത്തു വെക്കാം. പദ്ധതിയുടെ പേരിന്റെ പൂർണ്ണ രൂപവും കൂടി ഓർത്തു വെക്കാം. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നുള്ളതാണ്. എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നുള്ളതാണ് എൻ പ്രൗഡിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഈ ഒരു പൂർണ്ണ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്താണ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു സംസ്കരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സർക്കാർ തലത്തിൽ ഇതേപോലെ ഈ ഡ്രഗ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉപയോഗശൂന്യമായ മരുന്നുകളൊക്കെ അവയെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, സർക്കാർ തലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് കോഴിക്കോടായിരിക്കും. ഈ ഒരു പദ്ധതി കേരളത്തിൽ ആദ്യം നടപ്പിലാക്കുന്നത് എവിടെയായിരിക്കും? കോഴിക്കോടായിരിക്കും. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് പദ്ധതിയുടെ പേര്? എൻ പ്രൗഡ് എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നുള്ളത് നമുക്ക് ഈ ഫുൾ ഫോമിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആരാണ് ആരംഭിച്ചത്? ഏത് വകുപ്പാണ്? സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്ന പദ്ധതി ഇതാണ്, സ്നേഹാരാമം പദ്ധതി. എന്താണ്? സ്നേഹാരാമം പദ്ധതി. അപ്പോൾ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം. 2024 ഈ ഒരു പദ്ധതിക്ക് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചിരുന്നു. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണിത്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, എന്താണ്? സ്നേഹാരാമം പദ്ധതിയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ വൃത്തിയാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതാണ് ഈ ഒരു പദ്ധതി. വൃത്തിഹീനമായി കിടക്കുന്ന പ്രദേശങ്ങൾ ഏറ്റെടുത്ത് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് പൂന്തോട്ടം നിർമ്മിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാർക്ക് പോലെ സജ്ജീകരിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആരൊക്കെ ചേർന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് NSS വോളണ്ടിയേഴ്സും NSS യൂണിറ്റ്സും അതേപോലെ ശുചിത്വ മിഷനും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ആരൊക്കെ ചേർന്നാണ്? NSS യൂണിറ്റും, അതായത് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളും അതേപോലെ ശുചിത്വ മിഷനും ചേർന്നിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വൃത്തിഹീനമായി കിടക്കുന്ന ആ പ്രദേശങ്ങൾ
കാര്യങ്ങൾ ഏറ്റെടുത്ത് അവിടെ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂടുതലും എന്താണ് NSS വോളണ്ടിയേഴ്സിന്റെ സർഗാത്മകമായ കഴിവുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഈ ഒരു പൂന്തോട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹാരാമം പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതിക്ക് എന്താണ് 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച ഒരു പദ്ധതിയാണിത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സഹജീവനം സ്നേഹഗ്രാമം. എന്താണ് സഹജീവനം സ്നേഹഗ്രാമം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാമം തയ്യാറാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ എന്താണ് അവരുടെ സമ്പൂർണ്ണമായ പുനരധിവാസമാണ് ഈ ഒരു പദ്ധതി, ഇങ്ങനെ ഒരു കാര്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ആരുടെ കീഴിലാണ്? സാമൂഹ്യ നീതി വകുപ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാമം സൃഷ്ടിക്കുവാനായിട്ട് വിഭാവനം ചെയ്യുവാനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നൽകിയിട്ടുള്ള പേരാണ് ഓർത്തു വെക്കേണ്ടതെന്നാണ് സഹജീവനം സ്നേഹഗ്രാമം. സഹജീവനം സ്നേഹഗ്രാമം എന്നാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പദ്ധതി ഇതാണ്. കെയർ എന്നുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. ഏത് സംസ്ഥാനമാണ്? കേരളത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? അപൂർവ രോഗ പരിചരണത്തിന് വേണ്ടിയിട്ടാണ്. പദ്ധതിയുടെ പേരെന്താണ്? കെയർ എന്നാണ്. എന്താണ്? കെയർ എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ഓർത്തു വെക്കുക, എന്തിനാണ്? അപൂർവ രോഗ പരിചരണത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുക, അവ നേരത്തെ തന്നെ കണ്ടെത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നൽകുക, അതേപോലെ തന്നെ മരുന്നുകൾ അല്ലാതെ തന്നെ സാധ്യമായ തെറാപ്പികളിലൂടെ തന്നെ ഈ ഒരു അപൂർവ രോഗങ്ങൾ മാറ്റാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ്. അവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ പരിചരണ പദ്ധതിയാണ് കെയർ എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയുടെ പേര് കെയർ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു പൂർണ്ണ രൂപവും കൂടിയുണ്ട്. അപ്പോൾ കെയർ എന്നുള്ള ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണ രൂപവും കൂടി ഓർത്തുവെക്കാം. കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പൂർണ്ണ രൂപം. എന്താണ്? കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് എന്നുള്ളതാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു? അപൂർവ രോഗ പരിചരണത്തിന് വേണ്ടിയിട്ടാണ്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും മുൻകൂട്ടി തന്നെ കണ്ടെത്തുന്നതിനും അവയ്ക്ക് സാധ്യമായ തന്നെ തെറാപ്പികൾ, മരുന്ന് അല്ലാതെ തന്നെ തെറാപ്പികൾ ഉപയോഗിച്ച് തന്നെ ആ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ സാങ്കേതിക സഹായങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടും രോഗത്തിന് സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ആ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പരിചരണ പദ്ധതിയാണിത്. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ്? കെയർ എന്നാണ്. ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇനി മറ്റൊരു കേരള സർക്കാർ പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത്. സ്നേഹഹസ്തം. എന്താണ്? സ്നേഹഹസ്തം എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. എന്തിനു വേണ്ടിയാണെന്ന് നോക്കാം. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. ആർക്കാണ് നൽകുന്നത്? ആദിവാസി വിഭാഗങ്ങൾക്ക് എന്താണ്? വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ പദ്ധതിയുടെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? സ്നേഹഹസ്തം. സ്നേഹഹസ്തം എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അടുത്ത നമ്മൾ നോക്കുന്നത് PSCയുടെ ഒരു PQ ആണ്. കഴിഞ്ഞ ഒരു എക്സാമിൽ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. വാട്ടർ ബെൽ എന്നുള്ള ഒരു സംവിധാനമാണ്. എന്താണ്? വാട്ടർ ബെൽ എന്നുള്ള സംവിധാനമാണ് സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് ആരംഭിച്ച കേരള സർക്കാർ സംവിധാനമാണ്. എന്താണ്? വാട്ടർ ബെൽ എന്നുള്ളത്. അപ്പോൾ എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സ്കൂൾ കുട്ടികൾ അവരെന്താണ് വെള്ളം കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടപ്പാക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ അതുവഴി, അതായത് വെള്ളം കുടിക്കാതിരിക്കുന്നത് വഴി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്താണ്? സ്കൂൾ കുട്ടികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം ആരംഭിച്ചത് കേരള സർക്കാരാണെന്ന് ഉള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു സംവിധാനം വഴി കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് വെള്ളം അവർ കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അധ്യാപകർ ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? വാട്ടർ ബെൽ എന്നാണ്. എന്താണ്? വാട്ടർ ബെൽ എന്നാണ് ഈ ഒരു സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര്. അടുത്തത് നമ്മൾ നോക്കുന്നത് ആശ്വാസ് എന്നുള്ള ഒരു പദ്ധതിയാണ്. എന്താണ്? ആശ്വാസ് എന്ന പദ്ധതിയാണ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താണ്? ആശ്വാസ്. എന്താണ്? ആശ്വാസ് എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ
പറഞ്ഞു എന്താണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കാണ് എന്താണ് മിതമായ നിരക്കിൽ തന്നെ, അതായത് കുറഞ്ഞ നിരക്കിൽ തന്നെ അവർക്ക് എന്താ വാടക വീട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്, താമസം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ആശ്വാസ് എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പദ്ധതി ഇതാണ്, സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയ. എന്താണ്? സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളിൽ എന്താണ്? കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികളിലാണ്. കുട്ടികളിൽ എന്താണ്? മാലിന്യ ഉത്തരവാദിത്തം കുട്ടികളിൽ, അതായത് വിദ്യാലയങ്ങളിൽ ഉള്ളവരാരൊക്കെയാണ്? കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ എന്താണ്? മാലിന്യ ഉത്തരവാദിത്ത മാലിന്യ ഉത്തരവാദിത്ത ബോധം എന്താണ്? ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ശുചിത്വ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേരള സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയ എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കേരള സർക്കാരാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. കുട്ടികളിലാണ്. കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു ക്യാമ്പയിൻ ആണ് നമ്മൾ നോക്കുന്നത്. ക്യാമ്പയിൻ ഇതാണ്, അശ്വമേധം. എന്താണ്? അശ്വമേധം എന്നുള്ള ക്യാമ്പയിൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണെന്ന് നോക്കാം. സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള ഒരു കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ ആണിത്. ക്യാമ്പയിൻ എന്താണെന്ന് ഓർത്തു വെക്കുക. അശ്വമേധമാണ്. എന്താണ്? അശ്വമേധം എന്നാണ് ക്യാമ്പയിൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ അവരെ കണ്ടെത്തി എന്താണ്? ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അവരുടെ രോഗനിർമ്മാർജ്ജനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ കുറേ നാളായി, വർഷങ്ങളായി ഈ ഒരു അശ്വമേധ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ സമൂഹത്തിൽ എന്താണ്? ഈ കുഷ്ഠരോഗ ബാധിതരായിട്ടുള്ളവരെ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ രോഗങ്ങൾ കണ്ടെത്തി കറക്റ്റായിട്ട് അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രോഗനിർണയ ക്യാമ്പയിൻ നടത്തപ്പെടുന്നത്. ക്യാമ്പയിൻ ഏതാണെന്ന് ഓർത്തു വെക്കുക. അശ്വമേധം എന്ന ക്യാമ്പയിൻ ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പദ്ധതി ഇതാണ്, കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണിത്. എന്താണ്? കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താണ്? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ ലോകബാങ്കിന്റെ ധനസഹായത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിനായി ലോകബാങ്ക് 2424.28 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും രൂപയുടെ ധനസഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ലോകബാങ്കിന്റെ ധനസഹായത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. പൊതുജന ആരോഗ്യ മേഖലയുടെ വികസനം, ഉയർന്ന ജീവിത നിലവാരം, ഉയർന്ന ആയുർദൈർഘ്യം മുതലായവയാണ്. അപ്പോൾ പദ്ധതിയുടെ പേരേതാണ്? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനമാണ്. അന്താരാഷ്ട്ര തലത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഇനി ദേശീയ തലത്തിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ജനതിക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ജീനോം ഇന്ത്യ. എന്താണ്? ജീനോം ഇന്ത്യ എന്നുള്ള പദ്ധതിയാണ്. എന്താണ് പ്രത്യേകത? ജനിതക ഡേറ്റാബേസ്. എന്താണ്? ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ ദേശീയ തലത്തിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതി വഴി കളക്ട് ചെയ്യുന്ന ജനിതക ഡേറ്റകൾ എന്താണ്? ഗവേഷണ മേഖലയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. അതായത് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ജനിതക മാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ റിസർച്ച് ഒക്കെ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം. ജീനോം ഇന്ത്യ എന്നാണ്. നോക്കുന്നത് തമിഴ്നാട് സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ പദ്ധതി ഇതാണ്, പാദം പാതുകാപ്പും. എന്താണ്? പാദം പാതുകാപ്പും എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം. പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം, പാദം പാതുകാപ്പും. എന്താണ്? പാദം പാതുകാപ്പും എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? നമ്മുടെ പാദം, കാലുകൾ സംരക്ഷിക്കുക എന്നുള്ള മീനിങ്ങോട് കൂടിയാണ് പദ്ധതി.
പദ്ധതി. അപ്പോൾ എന്താണ് പ്രമേഹം? നമുക്കറിയാവുന്നതാണ്, പ്രമേഹം കൂടുതലായിട്ടുള്ളവർക്ക് എന്താണ് കാലിലൊക്കെ ചെറിയ മുറിവുണ്ടായാൽ തന്നെ അത് വളരെ അധികം ഇൻഫെക്റ്റഡ് ആയിട്ട് ആ കാലുകൾ മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ രോഗികളിൽ ഉണ്ടാകാതെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തമിഴ്നാട് സർക്കാർ ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം തമിഴ്നാട് സർക്കാരിന്റെ മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ ആണ്. അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, പാദം പാതുകാപ്പും എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആരോഗ്യ മേഖല പദ്ധതികളാണ്. വരും ക്ലാസ്സുകളിൽ നമുക്ക് മറ്റു പദ്ധതികളും ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റുകളും നന്നായിട്ട് പഠിക്കുക, പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്താണ് നന്നായിട്ട് തന്നെ പദ്ധതി എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ഏത് തലത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.